ചേട്ടാ, ഈ അൻവർ പിണറായി വിജയൻ യുദ്ധം കുറച്ച് ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അമ്പ് തൊടുത്ത് വിടുന്നു, പല പല അസ്ത്രങ്ങൾ തിരിച്ചു വരുന്നു. ഇപ്പം എവിടെ നിൽക്കുകയാണ് ചേട്ടാ ഇത്? അത് വല്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ. അൻവർ വിചാരിച്ച കാര്യങ്ങൾ ഒന്നും നടക്കുന്ന ലക്ഷണമില്ല. അൻവർ LDF നിന്ന് പുറത്തായി. ഇപ്പം ഇന്നിപ്പോൾ MV ഗോവിന്ദൻ തുറന്നു പറഞ്ഞു അൻവറുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിച്ചിരിക്കുന്നു. അതെ, അങ്ങനെ ആ പത്രസമ്മേളനത്തിൽ വിവാഹമോചനം നടന്നു. നേരത്തെ തന്നെ അൻവർ എനിക്ക് കുന്തം വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഭാര്യ പറഞ്ഞു, ഈ കാലമാടനും ഇവിടെ പൊറുക്കാൻ ഞാനില്ല. ഇന്നിപ്പോൾ കാലമാടനും പത്രസമ്മേളനം നടത്തിയിട്ട് ഇവളെന്ന് എൻ്റെ മുതുകത്ത് കയറിയോ അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ്, ഇതിലെ ഞാൻ ദേ കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ശക്തമായിട്ട് പറയണം എന്ന് പത്രക്കാരാവശ്യപ്പെട്ടു. ഇനി എന്ത് ശക്തി, ആട്ടുകല്ലെടുത്ത് പോക്കും പിടിച്ചുകൊണ്ട് പറയണോ എന്ന് പരിഹാസരൂപേണ MV ഗോവിന്ദൻ. സംഭവം സത്യം. ഒരു കാര്യം പറയുക, ശക്തമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ എന്താ, ഉറക്കെ പറയുക, അപഹാസ്യമായിട്ട് കലാശിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ അൻവറിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഈ കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത് പോലീസ് പിടിക്കരുത്, കസ്റ്റംസ് പിടിച്ചോട്ടെ. കസ്റ്റംസിനാണ് കള്ളക്കടത്ത് പിടിക്കാനുള്ള അധികാരം. പോലീസിന് എന്ത് കാര്യം, പോലീസുകാർക്ക് ഈ വീട്ടിലെന്ത് കാര്യം എന്ന് പണ്ട് ഇന്നസെൻ്റ് ചോദിച്ചില്ല ഒരു സിനിമ. ചേട്ടാ, അത് ഇന്നലെ അത് വളരെ നിസ്സാരമായിട്ട് ഈ സാധനം കൊണ്ടുവരുന്നതിനെ പറ്റിയൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് പറഞ്ഞത് ഇന്നലെ. ഇങ്ങനെ പറഞ്ഞതെന്താ, സ്വർണം പോലീസുകാർ കൊണ്ടുപോയതിൻ്റെ തെളിവായിട്ട് വീഡിയോ ഞാൻ ഹാജരാക്കുന്നു. ആ വീഡിയോയിലുള്ളവർ പറയുന്നത് എന്താ, ഞങ്ങളുടെ ഇന്ന് പോലീസ് കള്ളക്കടത്ത് നടത്തിയ സ്വർണം പിടിച്ചു, പക്ഷേ പിടിച്ചത്രയും സ്വർണം കോടതിയിൽ കൊടുത്തില്ല. അതിൽ കുറച്ച് സ്വർണം കുറവായിരുന്നു. ആ സ്വർണവും കൂടെ ഞങ്ങളുടെയാണ്. ശിക്ഷ അല്ലെങ്കിൽ പിഴ ഒക്കെ ഒടുക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്വർണം ഇവർക്ക് തിരിച്ചു കൊടുക്കണമല്ലോ. ഡ്യൂട്ടിയുടെ അപ്പോൾ ഈ ഞങ്ങൾക്ക് 950 ഗ്രാം ഉണ്ടായിരുന്നു, ഇവർ കോടതി കൊടുത്തപ്പോൾ 540 640 അങ്ങനെ എന്തോ ഒരു കണക്ക്, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയും കൂടെ ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. CMP എന്ന് പറയുന്നത്, അതിന് ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ. ശരി, പെറ്റീഷൻ കൊടുത്തു, അത് മജിസ്ട്രേറ്റിൻ്റെ ഇരിപ്പുണ്ട്, അദ്ദേഹം അതിൻ്റെ നടപടി അനുസരിച്ച് ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ പോലീസ് തൊണ്ടി മുതൽ മോഷ്ടിച്ചതിന് തെളിവാകുമോ? എൻ്റെ പോക്കറ്റ് അടിച്ചു എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ എൻ്റെ പോക്കറ്റ് അടിച്ചതിന് തെളിവാണോ? അല്ലല്ലോ. പക്ഷേ അൻവർ സകല മാധ്യമങ്ങളെയും പൊട്ടന്മാരാക്കിക്കൊണ്ട് 2 വീഡിയോ കാണിക്കുന്നു. ആ വീഡിയോയിൽ ഇരിക്കുന്ന ആണും പെണ്ണും പറയുന്നു, ഞങ്ങളുടെ സ്വർണം പോലീസ് എടുത്തു, പക്ഷേ മുഴുവൻ കോടതിയിൽ കൊടുത്തില്ല, അതിൻ്റെ പേരിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ശരി, നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് തെളിവല്ലല്ലോ. ഇവരിങ്ങനെ പറഞ്ഞു അൻവറിൻ്റെ അടുത്ത്. ആ വീഡിയോയിൽ അൻവറും ഇരിപ്പുണ്ട്. അൻവറിൻ്റെ അടുത്ത് ഇവർ ഈ പരാതി പറയുന്നു. ആ വീഡിയോ ഈ കൃത്യത്തിന് തെളിവാകുന്നത് എങ്ങനെയാണ്? ഞാനിത് വീഡിയോ തെളിവ് കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വളരെ ആകാംക്ഷയോടെ അതിൽ കാത്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസുകാരെ ഈ സ്വർണം എടുക്കുന്നു, അതിൽ നിന്ന് ഒരു പോലീസുകാരൻ കുറച്ചെടുത്ത് മാറ്റുന്നു, ഇത് പോക്കറ്റിലിട്ടോ, ബാക്കി നമുക്ക് കോടതിയിൽ ഹാജരാക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ ഈ വീഡിയോ കാണിച്ച ആൾക്കാരെ പൊട്ടന്മാരാക്കുന്നത്. എനിക്ക് മനസ്സിലായി. പക്ഷേ അൻവറിൻ്റെ പരാതി ഇതാണ്, പോലീസിന് സ്വർണം പിടിക്കാൻ അവകാശമില്ല, അത് കസ്റ്റംസ്. അപ്പോൾ അൻവർ പറയുന്നത് എന്താ, കസ്റ്റംസുകാർ പിടിക്കേണ്ട സ്വർണം കസ്റ്റംസുകാർ പിടിക്കുന്നില്ല, കാരണം അവർക്ക് കിട്ടുന്ന റിവാർഡ് കുറവാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിവാർഡ്, അങ്ങനെ ഒരു റിവാർഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കസ്റ്റംസിനെ നിർത്തിയിരിക്കുന്നത് തന്നെ കള്ളക്കടത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഡ്യൂട്ടി അടച്ച സാധനങ്ങൾക്ക് ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റംസ്. ആ ഡ്യൂട്ടി ചെയ്യുന്നതിന് വേറെ റിവാർഡ് കൊടുക്കുക, വല്ല ഗുഡ് സർവീസ് എൻട്രിയൊക്കെ കൊടുക്കുമായിരിക്കാം. റിവാർഡ് കൊടുക്കുമോ എന്ന് എനിക്കറിയാൻ വയ്യ. ആരെങ്കിലും ന്യൂസ് കൊടുത്താൽ അവർക്ക് കൊടുക്കുമായിരിക്കും എന്തെങ്കിലും. അതെ, ഇൻഫോർമെൻറ്റിന് ഇന്ന ഫ്ലൈറ്റിൽ ഇന്ന ആളിൻ്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്നൊക്കെ ദുബായിൽ നിന്നൊക്കെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അയാൾക്ക് അതും വളരെ കുറവാണെന്ന്, 0.5% അങ്ങനെ എന്തൊക്കെയോ നിസ്സാര തുകയേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ പക്ഷെ അത് തന്നെ വലിയ ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ തുക വർദ്ധിക്കുകയൊക്കെ ചെയ്യും.
എന്ത് വാങ്ങിക്കോട്ടെ, ഇനിയിപ്പോൾ റിവാർഡ് ഉണ്ടെന്ന് തന്നെ വെച്ചോ. പോലീസിനെ ഇത് ഏൽപ്പിക്കുന്നത് എന്തിനാണ് കസ്റ്റംസുകാർ? കസ്റ്റംസ് പുറത്ത് പോലീസിനെ അറിയിക്കുന്നു, ഇന്ന ആളിൻ്റെ ശരീരത്തിൽ സ്വർണ്ണമുണ്ട്, ഞങ്ങൾ പിടിച്ചിട്ടില്ല, നിങ്ങൾ പിടിച്ചു. ആ പിടിച്ചതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് വീതിച്ചെടുക്കാം. അപ്പോൾ പോലീസ് ഇവരെ പിടിക്കണം. എങ്ങനെ പിടിക്കും പോലീസ്? ഇപ്പോൾ കസ്റ്റംസുകാർ ഒരാളുടെ ശരീരത്തിൽ സ്വർണം കണ്ടു, ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഏത് കാറിൽ പോകുന്നു എന്ന് എങ്ങനെ അറിയാനാണ്? അവിടെ അകത്തുനിന്ന് മൊബൈലിൽ പുറത്ത് നിൽക്കുന്ന പോലീസിനെ വിളിച്ച് പറയണം, ആ നീലയിൽ വെള്ള വരെയുള്ള ഷർട്ട് ഇട്ട് വരുന്ന ആളാണ് ആൾ എന്ന് പറയണം. അപ്പോൾ പോലീസുകാർ ഇവനെ നോക്കണം, ഇങ്ങനെ ഇവൻ ഏത് ടാക്സിയിലാണ് ഏത് കാറിലാണ് കയറുന്നത്, എന്നിട്ട് ആ കാറിനെ ചേസ് ചെയ്യണം. അല്ലെങ്കിൽ വേറൊരു സ്റ്റേഷനിൽ വിളിച്ച് പറയണം, നിങ്ങൾ വഴിയിലിട്ട് ഇന്ന കാറ് പിടിച്ചോ എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തിനാ ഇത്ര വലിയ ബുദ്ധിമുട്ടെന്ന് ഈ കസ്റ്റംസുകാരൻ തന്നെ എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ വരുന്നു, 1 കിലോ സ്വർണ്ണം എൻ്റെ കയ്യിലുണ്ട്, കസ്റ്റംസുകാരനെ പിടിക്കുന്നു, മോഹൻദാസേ കേസാണ്, പ്രശ്നമാണ്, ജയിലിൽ പോകും. ഒരു കാര്യം ചെയ്യാം, 1/2 കിലോ സ്വർണ്ണം ഞങ്ങൾക്ക് താ, 1/2 കിലോ ആയിട്ട് മോഹൻദാസ് പൊക്കോ, വിട്ടേക്കാം. 1/2 കിലോ കിട്ടി. ഇത് കസ്റ്റംസുകാർക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പുറത്ത് പോലീസിനെ വിളിച്ച് പറഞ്ഞ് അയാളുടെ ഷർട്ടിൻ്റെ നിറം പറഞ്ഞ് അയാളുടെ ടാക്സിയുടെ പിന്നാലെ പോയി അത് പിടിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബാക്കി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊടുത്ത് ഇയാളെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കി ഇയാളുടെ പാസ്പോർട്ട് മേടിച്ച്, ഇതെന്ത് പാട്? എന്തിനാ ഇങ്ങനൊരു കഷ്ടപ്പാട്? അപ്പോൾ ഈ സംഭവം കസ്റ്റംസിനെയും വെട്ടിച്ച് പുറത്ത് വരുന്ന ആൾക്കാരാണ്. ഇങ്ങനെ വെട്ടിച്ച് പുറത്ത് വരുന്നുണ്ട് എന്ന് പോലീസിനറിയാം. പോലീസ് സംശയമുള്ള വണ്ടികൾ ചെക്ക് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് പിടിക്കപ്പെടുന്നു. ചേട്ടൻ പറയുന്നത് അതിൽ ശ്രദ്ധിച്ചായിരുന്നു, ഈ കസ്റ്റംസ് കടന്ന് വരുന്നത് വരെ കുറ്റകരമല്ലാന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. കൊണ്ടുവരുന്നത് എങ്ങനെയെന്നുള്ളതിനെ, കൊണ്ടുവരുന്ന കുറ്റത്തിനെയും പറയുന്നില്ല. പുള്ളി പറയുന്നത് കസ്റ്റംസിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ വെറുതെ വിടണം, അയാളെ തൊടാൻ പാടില്ല. അത് പറ്റില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പിണറായി വിജയൻ പറഞ്ഞു, കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന രീതിയിൽ, മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഇതാണ് ഇതിനകത്തെ പ്രശ്നം. ഇതിനിടയ്ക്ക് ഞാൻ ഇയാൾക്ക് അജണ്ട എന്ന് പറയാൻ കാര്യം, അയാളത് തുറന്ന് പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ ഇത്ര സ്വർണം പിടിച്ചു, മലപ്പുറം ജില്ലയിൽ ഇത്ര ഹവാല പണം പിടിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ലോക്സഭയിൽ ചോദ്യം വരും, ഇന്ത്യയിൽ ഏത് ജില്ലയിലാണ് ഏറ്റവും അധികം സ്വർണം പിടിക്കുന്നത്? അത് മലപ്പുറം ജില്ല എന്ന് പറയും. മലപ്പുറം ജില്ലയുടെ പ്രത്യേകത 90% മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. 90% മുസ്ലിം ഒന്നും മലപ്പുറം ജില്ലയിൽ ഇല്ല കേട്ടോ. പോട്ടെ, പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. ഏതായാലും മുസ്ലിം ഭൂരിപക്ഷം. അങ്ങനെ മുസ്ലിങ്ങൾക്ക് ചീത്തപ്പേരാകും. അതിനുള്ള കളിയാണ് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ എടുത്ത് പറഞ്ഞത്. വാസ്തവത്തിൽ അൻവറാണ് മലപ്പുറം ജില്ലയിൽ എടുത്ത് ആദ്യം പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ഇത്രയധികം ഇതുണ്ടെന്നും സാധുക്കൾക്ക് നീതി കിട്ടുന്നില്ലെന്നും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെന്നും, 90% മുസ്ലിങ്ങളാണ് ന്യൂനപക്ഷം എന്നിങ്ങനെ വിളിക്കുന്നത്, ന്യൂനപക്ഷത്തിന് പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് മലപ്പുറത്തേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവന്നത് അൻവറാണ്. അൻവറാണെന്ന് മാത്രമല്ല, ചേട്ടൻ നേരത്തെ പറയുകയും ചെയ്തു വേറൊരു വീഡിയോയിൽ, അതായത് ഫോൺ ചോർത്തൽ എന്നുള്ള ഒരു വൃത്തികെട്ട പരിപാടിയിലൂടെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തും മലപ്പുറംകാരനാണ്. അല്ലെ, ഈ അയാളുടെ പരാതി മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്യുന്നു പോലീസ്. കൊച്ചിയിൽ വിമാനത്താവളമുണ്ട്, കണ്ണൂർ വിമാനത്താവളമുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഇവിടെ നിന്നെല്ലാം ദുബായ്, ഷാർജ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലൈറ്റുകളുമുണ്ട്. ഇതിലൊക്കെ കളക്കടത്ത് നടക്കുന്നുമുണ്ട്. അവിടെയും ഒരുപക്ഷെ ഈ എയർപോർട്ടുകളിലും ഒക്കെ സ്വർണം പൊട്ടിക്കലൊക്കെ നടക്കുന്നുണ്ടാവാം, അറിയില്ല. പക്ഷേ മലപ്പുറത്തെ മാത്രം ചീത്തപ്പേരാക്കുന്നു എന്ന് പറഞ്ഞത് അൻവറാണ്. അൻവർ പറഞ്ഞ ടെക്നിക്കൽ ഉദ്ദേശിച്ചത്, അതായത് പൊതുവേ അതിനെ കോഴിക്കോട് എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്, ഇരിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്കകത്ത്. ആ സത്യമല്ലേ പറഞ്ഞുള്ളൂ, മലപ്പുറം അത്രയും പറഞ്ഞുള്ളൂ. ഇപ്പം ഈ മലപ്പുറം എന്നുള്ള ഫാക്ടർ ഇതിനകത്ത് കൊണ്ടുവരിക, കൊണ്ടുവന്നു കഴിയുമ്പോൾ മുസ്ലിങ്ങളൊരു സിമ്പതി കിട്ടും. അയാളുടെ പ്രശ്നം ഇതാണ്, മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്യുന്നു, മറ്റ് സ്ഥലത്ത് എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല? അത് അയാൾ ചോദിക്കുന്നില്ല, പക്ഷേ സ്വാഭാവികമായിട്ട് ആ ചോദ്യം വരുമല്ലോ.
കോഴിക്കോട് എയർപോർട്ടിനേക്കാളും മലപ്പുറത്തിരിക്കുന്ന കോഴിക്കോട് എയർപോർട്ടിനേക്കാളും വലിയ എയർപോർട്ടാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടെ നിന്നാണ് ഏറ്റവും അധികം ഫ്ലൈറ്റുകളുള്ളത്. കോഴിക്കോട്ട് നിന്ന്, കണ്ണൂരിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഉള്ളതിനേക്കാളൊക്കെ കൂടുതൽ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ മലപ്പുറം ടാർഗറ്റ് ചെയ്യുന്നു, അതിനർത്ഥം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ, പിന്നെ മറ്റേ ഡയലോഗ് അടിക്കുന്നില്ലെന്നേ ഉള്ളൂ, സ്ത്രീകളെ, കുട്ടികളെ, ഗർഭിണികളെ. അത് പറ്റുന്നില്ല. അല്ല, ഇതിനകത്ത് ഈ ഗർഭിണികളാണല്ലോ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്നത്. കാരണം ഈ ഗർഭമാണോ കള്ളക്കടത്താണോ തിരിച്ചറിയാൻ വയറ് വീർത്തിരിക്കുന്നു. വയറ്റിനകത്ത് ഇത് ഒട്ടിച്ചു വയ്ക്കുകയോ കഷായത്തിൽ കലക്കി കുടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഛർദ്ദിച്ചിട്ട് അതിനകത്തുനിന്ന് സ്വർണ്ണം എടുക്കും. എൻ്റെ ദൈവമേ, എനിക്കറിയാമില്ല. അല്ല, മനുഷ്യൻ്റെ കാശിനുള്ള ആശ വളരെ വലുതാണ്. വാസ്തവത്തിൽ ഈ ഒരു റാക്കറ്റ് മലപ്പുറത്തെ ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വസനീയമായിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആഫ്രിക്കയിൽ നിന്ന് സ്വർണം ഖനനം ചെയ്യും. ആഫ്രിക്കയിലെ പല സ്ഥലത്തും നേരെ ചൊവ്വേ ഭരണകൂടങ്ങളൊന്നുമില്ല, ഗുണ്ടകളാണ് ഭരിക്കുന്നത്. ബോക്കോ ഹറാം, അവനൊക്കെ തോക്കൊക്കെ ഇവൻ്റെ കയ്യിലാണ് ഈ സ്വർണ്ണഖനികളൊക്കെ ഇരിക്കുന്നത്. പലപ്പോഴും നിയന്ത്രണം അവൻ്റെ കയ്യിലാണ്, നിയതമായൊരു ഭരണകൂടമൊന്നുമില്ല. അപ്പം അവിടെ പോയി ഇവർക്ക് റൗഡി പീസൊക്കെ കൊടുത്തിട്ടാണ് ഈ ഖനനം ചെയ്ത സാധനം ദുബായിൽ കൊണ്ടുവരുന്നത്. അൻവർ ആഫ്രിക്കയിൽ പോയി ഇത് ചെയ്തു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ആഫ്രിക്കയിൽ പോയത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം കുറേ കാലം ആഫ്രിക്കയിൽ തന്നെയായിരുന്നു. ഇവിടെ MLA കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിൽ മാൻ മിസ്സിങ് കേസൊക്കെ കൊടുത്തതാണ് കോൺഗ്രസ്സുകാർ. ഞങ്ങളുടെ MLA കാണുന്നില്ല സാർ, ഒന്ന് പിടിച്ചായിരുന്നു. അവസാനം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, ഞാൻ ആഫ്രിക്കയിലുണ്ടായിരുന്നു സ്വർണ്ണഖനി. പക്ഷേ അങ്ങേരത് ചെയ്തെന്ന് ഞാൻ പറയുകയല്ല കേട്ടോ, എനിക്കറിയാം. അപ്പം ഇത് ദുബായിൽ കൊണ്ടുവരും, റിഫൈൻ ചെയ്യും, എന്നിട്ട് അവിടെ നിന്ന് ആഭരണങ്ങളായിട്ടും ബാറായിട്ടും ഒക്കെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പലർക്ക്. കേരളത്തിലേക്ക് വരുന്ന ആൾക്കാരെ നോക്കിയിട്ട് 60-70 പേർക്കായിട്ട് സ്വർണ്ണം ഏൽപ്പിക്കും. നിങ്ങളിത് കരിപ്പൂർ വിമാനത്താവളത്തിൽ കൊണ്ട് പുറത്തെത്തിക്കുക, ബാക്കി ഞങ്ങൾ ഏറ്റു. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ 60-70 പാസഞ്ചേഴ്സിൽ നിന്ന് ഇത് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് ഇവർ ഇവിടെ കച്ചവടം നടത്തും. ഇതാണ് പരിപാടി. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇത് കോഴിക്കോടിനടുത്ത് കൊടുവള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലം, എന്നോട് ഒരു കൊടുവള്ളിക്കാരൻ പറഞ്ഞതാണ്. 10-65 ജ്വല്ലറി ഉണ്ടായിരുന്നു മോഹൻദാസ് ഇവിടെ. ഇപ്പം ജ്വല്ലറി എല്ലാം നിന്നുപോയി, 4-5 എണ്ണേ ഉള്ളൂ. എങ്ങനെ ഈ 10-60 ജ്വല്ലറി കൂട്ടിപ്പോയി? എങ്ങനെ അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു? ഇതാർക്കും അറിയില്ല. കൊടുവള്ളി എന്താ വിശ്വപ്രശസ്തമായ സ്വർണ്ണ വ്യാപാര കേന്ദ്രമാണോ കൊടുവള്ളി? അതും ഒരു കാലത്ത് ആയിരുന്നു. അപ്പോൾ അല്ല, കൊടുവള്ളി പറയുന്ന മാതിരി ഒരു മിഡിൽ ലെവൽ പോലും അല്ലാത്ത ടൗൺ ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അവിടെ പോയിട്ടൊന്നുമില്ല. ജ്വല്ലറി കടകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ബിസിനസ് നിന്നുപോയി. ഈ നിന്നുപോയതിൽ പരിഭവവും പ്രയാസവും ഒക്കെയുള്ള ഒരുപാട് പേരുണ്ട്. യാദൃച്ഛികം എന്ന് പറയാൻ തീർത്തും യാദൃച്ഛികം, ഞാൻ കുറ്റാരോപണം നടത്തുകയില്ല, തീർത്തും യാദൃച്ഛികം എന്ന് പറയട്ടെ, അൻവർ ഇപ്പോൾ ആഫ്രിക്കയിൽ പോകുന്നില്ല, ഇവിടെ തന്നെയുണ്ട്. അതാണല്ലോ ഈ ബഹളം മുഴുവൻ കാണിക്കുന്നത്. നാളെ കുറേയായി ഇപ്പം അജൻ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ബഹളം നടന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിന് വഴങ്ങാൻ പറ്റില്ല. ആദ്യം ഒന്ന് നോക്കി അയാളൊന്ന് സാറ്റിസ്ഫൈഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മലപ്പുറത്തെ ഒരു 7 പോലീസുകാരെ മാറ്റി. പ്രധാനപ്പെട്ട DYSP, SP ആ റാങ്കിലൊക്കെയുള്ള 7 പേരെ മാറ്റി. മറ്റ് ജില്ലകളിൽ നാമമാത്രമായ ചില ട്രാൻസ്ഫറേ ഉണ്ടായിരുന്നുള്ളൂ. മലപ്പുറത്തായിരുന്നു ഏറ്റവും ട്രാൻസ്ഫർ. അതെ, അൻവറിൻ്റെ ആദ്യ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ പിറ്റേ ദിവസം പിണറായി വിജയൻ അത് ചെയ്തു. അതുകൊണ്ട് അൻവർ അടങ്ങുമെന്ന് തോന്നി. ബട്ട് നടന്നില്ല. കാരണം അൻവറിന് ആവശ്യം സ്വർണം പിടിക്കരുത്. അതെ, സ്വർണം പിടിക്കുന്നത് കസ്റ്റംസ് പിടിച്ചു. അതിന് പുള്ളി വകുപ്പും ചട്ടവും ഒക്കെ പറയുന്നുണ്ട്. കസ്റ്റംസ് ആക്ട്, IPC, CRPC ഇതൊക്കെ വെച്ചാണ് അൻവറിൻ്റെ വാദം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത് ആ ഒരു ഏരിയയിൽ തൊടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പോലീസ് തൊണ്ടി മുതൽ കക്കുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല, മനസ്സിലായി? അമ്പലപ്പറമ്പിൽ മാല പൊട്ടിച്ചിട്ട് ഓടി എന്നൊക്കെ പറഞ്ഞ് പോലീസിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പറയാം, ആ മാലയുടെ കഷ്ണം ഇങ്ങിതാ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, എന്നാലേ ബാക്കി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ കഷ്ണം ഈ സ്ത്രീ കൊടുക്കും. ഇത് കൊടുത്ത് 6 മാസം കഴിയുമ്പോൾ ആ സ്ത്രീയുടെ ഗതികേട് നോക്കണം. ഈ കഷ്ണമെങ്കിലും തിരിച്ചതാ സാറേ എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റേഷനിൽ കയറി ഇറങ്ങും. ആ കഷ്ണം അവിടെ ഉണ്ടാവില്ല.
ഇതൊക്കെ പോലീസിലെ ഒരു തമാശ. ചരിത്രാതീത കാലം മുതൽ പോലീസിൽ നടക്കുന്ന ഒരു സംഭവമാണ് തൊണ്ടി മുതൽ തിരിമറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് ആ ക്രൈമിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, അതൊരു ക്രൈം തന്നെയാണ്. പക്ഷേ അതെന്തോ ഒരു മഹാകാര്യമാണ്, അത്ഭുതമാണ് എന്നുള്ള മട്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പെർസിക്യൂഷൻ മാനിയ ഉണ്ടാക്കുക. ഇതിൽ നിന്ന് ഇൻഡയറക്ട്ലി വേറൊരു മെസ്സേജ് പോയി, ന്യൂനപക്ഷങ്ങളാണ് കള്ളക്കടത്ത് നടത്തുന്നതിൽ കൂടുതൽ. ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. കള്ളക്കടത്തിന് മതമുണ്ട്, നമ്മൾ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറയും. കള്ളക്കടത്തിന് മതമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ കള്ളക്കടത്തിനും മതമുണ്ട് എന്ന് അൻവർ വെളിപ്പെടുത്തി. വല്ല കാര്യമുണ്ടായിരുന്നു? എല്ലാം കൂടെ വഷളായി. വിശ്വാസതയും നഷ്ടപ്പെടുത്തി, ഈ കാര്യങ്ങളും വെളിപ്പെടുത്തി. എന്നാൽ ചേട്ടൻ ഇന്നത്തെ ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഈ പ്രധാനപ്പെട്ട വിഷയത്തിനൊരു മറുപടിയുമില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ പറയുന്നത്. അല്ല, ഗോവിന്ദൻ ചെയ്തത് പൊളിറ്റിക്കലി അൻവറിനെ ഐസൊലേറ്റ് ചെയ്യുക, ശത്രുപക്ഷത്താക്കുക. ശത്രുപക്ഷത്താക്കി കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ശത്രുപക്ഷത്താക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഇനി അൻവർ പറയുന്ന സകല കാര്യങ്ങൾക്കും VD സതീശൻ പറയുന്നതിൻ്റെ വെയിറ്റേ ഉണ്ടാവുള്ളൂ, അല്ലെ രമേശ് ചെന്നിത്തല പറയുന്നതിൻ്റെ വെയിറ്റേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ പറയുന്ന വെയിറ്റേ ഉണ്ടാവുള്ളൂ. ഉള്ളിലെ ആളല്ല, പുറത്തെ ആളാണ്. അൻവറിന് ഇത്രയധികം ആൾക്കാർ ശ്രദ്ധിക്കാൻ കാര്യം എന്താ? ഭരണപക്ഷ MLA എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ താൻ ഭരണപക്ഷ MLA അല്ല എന്ന് അൻവർ തന്നെ പ്രഖ്യാപിച്ചു, ഗോവിന്ദനും പ്രഖ്യാപിച്ചു. എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് അൻവർ, തന്നെ ഞങ്ങൾക്കും വേണ്ട എന്ന് ഗോവിന്ദൻ. അതോടെ വിവാഹമോചനമായി. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാട്ടുകാർക്കും സഹായമില്ലാത്ത അവസ്ഥയായി മാറിയല്ലോ ഏട്ടാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ അൻവറിൻ്റെ ആരോപണങ്ങൾ പുച്ഛിച്ച് തള്ളാൻ പാർട്ടിക്ക്. രമേശ് ചെന്നിത്തല പറഞ്ഞു. രമേശ് ചെന്നിത്തല ഇത് ചാടിക്കയറി കേൾക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറയുന്നു, അൻവർ പറഞ്ഞ കാര്യം പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, അൻവർ പുതിയതായിട്ടൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല, എല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഞാൻ പറഞ്ഞപ്പോൾ അതിന് വെയിറ്റ് കിട്ടിയില്ല, അൻവർ പറഞ്ഞപ്പോൾ വെയിറ്റ് വന്നു. കാര്യം ശരിയാ, അൻവർ പറഞ്ഞപ്പോൾ വെയിറ്റ് വരാൻ കാര്യം എന്താ? അൻവർ അകത്തായിരുന്നു, ഇപ്പം അൻവർ പുറത്തായി. ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വെയിറ്റ് അൻവറിനുള്ളൂ. അപ്പോൾ ഇനി മാധ്യമങ്ങളും പതുക്കെ സൈഡ് മാറാൻ സാധ്യത ഉണ്ടാവുമല്ലോ ഏട്ടാ. മാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റ് ഒഴിച്ച് ബാക്കിയുള്ളവർ സൈഡ് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഏഷ്യാനെറ്റ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിണറായി വിജയനെ ആക്രമിച്ച് താഴെ ഇട്ടിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള മട്ടിലാണ് അവരുടെ പോക്ക്. അത് മറ്റെന്തെങ്കിലും ശത്രുതയോ സംഗതിയോ ഉണ്ടാവും, അതും ഹാൻഡിൽ ചെയ്യും പിണറായി വിജയൻ. മനസ്സിലായി? പിണറായി കൂട്ടത്തിൽ നേടിയെടുത്തൊരു കാര്യമാണ് അവരുടെ പാർട്ടിയുടെ ഹിന്ദു ബേസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടില്ല. പാർട്ടി കൂടുതൽ ഇസ്ലാമിക തീവ്രവാദത്തിലേക്കും അതിൻ്റെ പ്രീണനത്തിലേക്കൊക്കെ പോകുന്നു എന്നൊരു തോന്നൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായി. പാർട്ടി മെമ്പർമാർ പലരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല. അത് പാർട്ടി തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. നമ്മുടെ തന്നെ സ്വന്തം വോട്ടർമാർ പലരും BJPക്കും കോൺഗ്രസിനും വോട്ട് ചെയ്തു എന്നവർ മനസ്സിലാക്കി. അതോടെ അവർ പരിഭ്രാന്തരായി. ക്ഷേത്രങ്ങൾ കമ്മിറ്റിയിലൊക്കെ ഇടിച്ചു കയറാൻ ആഹ്വാനം കൊടുത്തു. അതുകൂടാതെ ഇപ്പോൾ അൻവറിനെ പ്രതിരോധിക്കുന്നതിലൂടെ, അജിത്ത് നോക്ക്, അൻവർ മുസ്ലിമാണ്, അൻവറിനെ സപ്പോർട്ട് ചെയ്ത KT ജലീൽ മുസ്ലിമാണ്, കാരാട്ട് റസാഖ് മുസ്ലിമാണ്. അതുകൊണ്ടാണല്ലോ ഇതിന് തമാശയ്ക്കാണെങ്കിൽ ആൾക്കാർ മാപ്പിള ലഹള എന്ന് വിളിച്ചത്. വിളിച്ചത് പിണറായി വിജയന് ഗുണമായി. പിണറായി വിജയൻ സംരക്ഷിക്കുന്നവരെ നോക്കുക, അവരെല്ലാം ഹിന്ദുക്കളാണ്. MR അജിത് കുമാർ, P ശശി, പിണറായി വിജയൻ സ്വയം, ഇവരൊക്കെ ഹിന്ദുക്കളാണ്. അപ്പോൾ ഈ ഹിന്ദു മുസ്ലിം ദ്വന്ദ്വം വരികയും പിണറായി വിജയൻ തൻ്റെ വെയിറ്റ് ഹിന്ദുക്കളുടെ ഭാഗത്താക്കുകയും ചെയ്തപ്പോൾ വോട്ടർമാരുടെ ഇടയ്ക്ക്, പാർട്ടി മെമ്പർമാരുടെ ഇടയ്ക്ക് ഒരു മെസ്സേജ് പോയി, നമ്മളുടെ പാർട്ടി ഹിന്ദു വിരുദ്ധരല്ല. അത് പാർട്ടിക്ക് ഗുണം ചെയ്യും. ബ്രില്യൻ മൂവ് നടന്നിരിക്കുകയാണ്. അതെ, ഇത് വീണ് കിട്ടിയ അവസരം മുതലാക്കിയതാണ്. പിണറായി വിജയനായിട്ട് ഉണ്ടാക്കിയ അവസരമൊന്നുമല്ല. അൻവർ ഈ പ്രശ്നം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, ഈ കോമ്പിനേഷൻ കണ്ടപ്പോൾ പിണറായി വിജയനും ഒരുപക്ഷെ പാർട്ടിയിലെ മറ്റുള്ളവർക്കും മനസ്സിലായി കാണും, ദിസ് ഈസ് ദ റൈറ്റ് മൊമെൻറ്റ് ടു ഗാർണർ അവർ ഹിന്ദു വോട്ട്സ്, ടു കൺസോളിഡേറ്റ് അവർ ഹിന്ദു വോട്ട്സ്. അങ്ങനെ ഒരു സുവർണാവസരം താലത്തിൽ വെച്ച് അൻവർ കൊടുക്കുകയായിരുന്നു.
ഇതിൻ്റെ അടിയിലൂടെ നടന്ന ഒരു പൊളിറ്റിക്സ്. ഇനിയിപ്പോൾ പിണറായിക്ക് ഹിന്ദു വോട്ടിനെ ഭയക്കേണ്ട കാര്യമില്ല എന്ന് പിണറായി വിചാരിക്കുന്നു. അത് ഈ പൊസിഷനിങ് തന്നെ ഇനിയിപ്പോൾ അൻവറിന് തന്നെയും അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി നിൽക്കുന്നത്. സതീശൻ ഓൾറെഡി പറഞ്ഞു. ആകെ ഒരു കീറാമുട്ടിയായി കിടക്കുന്നത് ADGP അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്നുള്ള പോയിന്റാണ്. പൂരം കലക്കൽ. ആ പോയിന്റ് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നത് CPI ആണ്. കൂട്ടത്തിൽ നിന്ന് ശത്രുക്കൾ പലതും പറഞ്ഞോട്ടെ. CPIയിലെ ബിനോയ് വിശ്വം ഇന്നെടുത്ത നിലപാടെന്താ? കംപ്ലീറ്റ്ലി വിത്ത് LDF. അയാൾ പറഞ്ഞു, എന്താ അൻവർ, ഈ അൻവർ പണ്ട് CPIയോട് ചെയ്തത് എന്താ? CK ചന്ദ്രപ്പൻ CPIയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് CPIക്ക് കെട്ടിവെച്ച കാശ് വരെ നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ചെയ്തോളാം അൻവർ. അതുകൊണ്ട് അൻവറിൻ്റെ കൂടെ നിൽക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല, ബാക്കി കാര്യം ആലോചിക്കാം. ഇപ്പം CPI ഈ പൂരം കലക്കൽ വിഷയം വിട്ടു എന്ന് വയ്ക്കുക. പിന്നെ ഇത് കൊണ്ടു നടക്കാൻ ആരാളുള്ളത്? കോൺഗ്രസ് എന്ത് ചെയ്യാനാണ്? കാരണം കോൺഗ്രസിൻ്റെ സ്വന്തം അന്വേഷണ റിപ്പോർട്ടുണ്ടല്ലോ, തൃശ്ശൂർ തോറ്റതിൻ്റെ KPCC റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പൂരം കലങ്ങിയതാണ് തോൽവിക്ക് കാരണം എന്ന് എഴുതിയിട്ടില്ല. അതാണ് ഏറ്റവും പറയുന്നത്. മുഹമ്മദ് റിയാസിനെ കൊണ്ട് പിണറായി ചോദിപ്പിക്കുകയും ചെയ്തു. എവിടെയാ റിപ്പോർട്ട്? പുറത്തു വിടറോ ആ റിപ്പോർട്ട്? എന്താ പറഞ്ഞത്? അതെ, പിന്നെ മിണ്ടുന്നില്ല. പിന്നെ എല്ലാവർക്കും രോമാഞ്ചം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബിലേറ്റഡ് ആരോപണം അൻവർ പറഞ്ഞത്. മുഖ്യമന്ത്രി ഇതെല്ലാം ചെയ്യുന്നത് മകൾക്കും മരുമകനും വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഹമ്മദ് റിയാസിനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നാട്ടുകാർക്ക് ഒരു ആവേശം കൂടും, പാർട്ടിക്കുള്ളിലും. ഈ കൊച്ചു ചെറുക്കനെ പിടിച്ച് സെക്രട്ടേറിയറ്റിലും മന്ത്രിയൊക്കെ ആക്കിയിട്ട് അതിലിച്ചിരി മുറുമുറപ്പുള്ളവർ കാണുമല്ലോ സ്വാഭാവികമായിട്ട്. രാഷ്ട്രീയത്തിലുള്ള അസൂയ ഇതൊക്കെ അവരൊന്ന് സുഖിച്ചോട്ടെ എന്ന് ചോദിച്ചാണ് ഈ പോയിന്റ് ഇട്ടിയത്. അതും കാര്യമായിട്ട് ഏഷ്യ മട്ടില്ല, കാരണം അത് ഫോളോ അപ്പ് ചെയ്തില്ല. മാത്രമല്ല അൻവർ തുറന്നു പറഞ്ഞു, എനിക്ക് റിയാസിനോട് യാതൊരു വിരോധവുമില്ല. പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, റിയാസ് മന്ത്രിയായതിൽ എനിക്കൊരു പ്രയാസവുമില്ല, നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ പാർട്ടികളും തമ്മിൽ ടോപ്പിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് അൻവർ പറഞ്ഞു. അത് സത്യമാണ് താൻ, സത്യമാണ്, അത് എത്രയോ നാൾ. പക്ഷേ പിറ്റേ ദിവസം തന്നെ അൻവർ തിരുത്തുന്നു, അത് ഞാനൊരു പൊതുബോധ്യം വെച്ചിട്ട് പറഞ്ഞതാണല്ല, അത് എൻ്റെ കയ്യിൽ തെളിവോ സംഗതിയോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും പുള്ളി കൈ കഴുകും. ഒന്നിനും തെളിവില്ലല്ലോ പുള്ളിയുടെ, ഒന്നിനും തെളിവില്ല പുള്ളിയുടെ കയ്യിൽ. ഇതിൽ വേറൊരു വിഷയം ശ്രദ്ധയിൽ വരുന്നില്ല. ഈ ഏഷ്യാനെറ്റ് ആയാലും ഈ പറഞ്ഞ ഈ പാർട്ടികളായാലും എല്ലാവരും ഈ അജിത് കുമാർ IPSനെ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൃത്യമായി കയറി. അത് മനസ്സിലായില്ലേ? RSS ഒരു വെറുക്കപ്പെട്ട സംഘടനയാണ് കേരളത്തിലെ ഒരുപാട് ചാനലുകൾക്ക്. അപ്പോൾ RSSനെ പോയി കണ്ടു എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്മോറൽ ആക്റ്റായിട്ട് ഈ ചാനലുകാർ കാണുന്നു, ഈ പറഞ്ഞ ചാനലുകാർ. അത് ആ കാണുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ അജിത് കുമാർ ഒരു ഹിന്ദു ആയതുകൊണ്ടെന്നും ഇനി ഇദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ DGP ആകരുതെന്നുമുള്ള ദുരുദ്ദേശം വരെ ദൂരെ കണ്ടുകൊണ്ടും കളിക്കുന്ന കളിയാണോ? ആയിരിക്കാം. കാര്യം നമ്മുടെ ദർവേഷ് സാബ് ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് അദ്ദേഹം ഈ 2025 ജൂണിലോ അങ്ങാണ്ട് റിട്ടയർ ആവും. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നു. നമ്മുടെ ഇവിടെ കേഡറുള്ള ഒരു നിതിൻ അഗർവാൾ IPS എന്ന് പറഞ്ഞ അദ്ദേഹം BSFന്റെ ചുമതലയുണ്ടായിരുന്നതിനെ അവിടെ ചില പ്രശ്നങ്ങളും അവിടെ ആളുകൾ നമ്മുടെ പട്ടാളക്കാർ മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു പെർഫോമൻസിന്റെ ഒരു ഇൻഎഫിഷ്യൻസി പോലെ വെളിയിലാക്കി. രണ്ടുപേരെ വെളിയിലാക്കി, ഫസ്റ്റും സെക്കൻഡിനെ. ഈ പുള്ളി ദർവേഷ് സാബിനെയും കാട്ടി സീനിയറാണ്. തിരിച്ചിവിടെ വന്ന് ഒരു പൊസിഷനിലും ജോയിൻ ചെയ്തിട്ടില്ല. അദ്ദേഹം റിട്ടയർ ചെയ്യണേ 26-ല്. എന്നാൽ അജിത് കുമാറിന് 67 വരെ ഉണ്ട്. 2027 വരെ റിട്ടയർമെന്റ് സമയമാണ്. ഇത് വല്ലാത്ത ഒരു ഇതിന് എന്തൊക്കെയോ പൊതുബോധ്യത്തിലില്ലാത്ത പല കളികളും നടക്കില്ല. അത് ഈ സർവീസിൽ IPSകാർ പല രീതിയിൽ കളിക്കും. അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ അസംതൃപ്തിക്ക് പാത്രമായ ഒരു IPSകാരൻ, അതെ അയാൾ പോസ്റ്റിംഗ് ഇല്ലാതെ കുറച്ചു കാലം അലഞ്ഞു നടക്കട്ടെ എന്ന് കേന്ദ്രം വിചാരിക്കും. കേരളത്തിൽ അറിയിപ്പും കൊടുക്കും, അയാൾക്ക് പോസ്റ്റിംഗ് കൊടുക്കാൻ വരട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വരാം. അയാളൊന്ന് ആശം വീട്ടിലിരിക്കട്ടെ കുറച്ച് നാൾ. ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമാകാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ
വേറെ എന്തെങ്കിലും പൊളിറ്റിക്സ് ഇതൊക്കെ അറിയില്ല. ഉണ്ടാവാം. അതെ, കാരണം ഈ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഇവർക്കെല്ലാം ഉണ്ടല്ലോ ഈ പത്രലേഖകർ ഒരു വീക്ക്നെസ്സാണ്. ഇവരുടെ പല തീരുമാനങ്ങളും സ്വാധീനിച്ച് നടപ്പിലാക്കുന്നത് പത്ര ചാനൽ ലേഖകന്മാരാണ്. ഓർമ്മയില്ല, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഭയങ്കര പവർഫുള്ളായിരുന്നു നമ്മളുടെ ഈ നീരാറാടിയ മറ്റേ ആ സ്ത്രീ ഉണ്ടല്ലോ, ബർഖാദത്ത്. ഇവർ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ടാണ് ഏത് വകുപ്പ് ആർക്ക് കൊടുക്കണം എന്നൊക്കെ യു പിയുടെ കാലത്ത് തീരുമാനിച്ച് അവരുടെ ആ സംഭാഷണം മുഴുവൻ CBI അത് ചോർത്തിയെടുത്തു. പിന്നെ അത് യൂട്യൂബിൽ വന്നു. ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന നീരാറാടിയായ ബർഖാദത്ത് വിളിച്ചെണീപ്പിക്കുന്നു വെളുപ്പിനെ. ആം ഐ ഡിസ്റ്റർബിങ് യു എന്നൊക്കെ ചോദിക്കുന്നു. മന്ത്രിമാരുടെ വകുപ്പ്, ഓഫീസർമാരുടെ പോസ്റ്റിംഗ്, ഇതെല്ലാം പത്രക്കാരാണ്. അതുപോലെ കേരളത്തിലും ഒരുപക്ഷെ ചാനൽ മേധാവികളോ ആങ്കർമാരോ ഇവരൊക്കെ ഈ സ്വാധീനമുള്ളവരാണ്. അപ്പോൾ അവർ അത് ഇന്ന രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വിട്ടേക്കണം. ഞാൻ ഏറ്റവും ഇന്നിപ്പോഴേ ഇയാളുടെ നമ്മുടെ ബിനോയ് വിശ്വം അദ്ദേഹം ഈ പ്രശ്നം പറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിൽ വിനു വി ജോൺ പറയുന്നത് അഴകുഴമ്പൻ പ്രസ്താവനയുമായിട്ട് ബിനോയ് വിശ്വം പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലാകുന്നില്ല, മറ്റുള്ളവർക്കും മനസ്സിലാകുന്നില്ല. ഞാൻ 24 ന്യൂസ് വെച്ചു. അസന്നിഗ്ധമായ ഭാഷയിൽ ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു. മറ്റേയാൾ അഴകുഴമ്പൻ എന്ന് പറയുന്നു, ഇയാൾ അസന്നിഗ്ധം എന്ന് പറയുന്നു. ഏത് വിശ്വസിക്കണം? പറഞ്ഞത് ഒരേ ഒരാളാണ് ബിനോയ് വിശ്വം. എല്ലാ ചാനലുകളിലും നിൽക്കുമ്പോൾ ബിനോയ് വിശ്വം സംസാരിക്കുന്നതിന് 2 പേര് കൊടുക്കുന്ന വ്യത്യസ്തമായ വ്യാഖ്യാനം. അതായത് ബിനോയ് ജോണിനെ സംബന്ധിച്ച് ബിനോയ് വിശ്വം ഇങ്ങനെ ആഞ്ഞടിച്ചത് പോരാ, കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് കുറെ കൂടെ ഷാർപ്പായിട്ടൊക്കെ പ്രതികരിക്കണമായിരുന്നു. മാത്രമല്ല ബിനോയ് വിശ്വം ഞങ്ങളൊരു മുന്നണിയാണെന്നും അതിൻ്റെ മര്യാദ അനുസരിച്ച് ചർച്ച ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ എന്നും ഒക്കെ പറഞ്ഞു. അത് ശരിയല്ല. CPI പിണറായി വിജയനെ വെല്ലുവിളിക്കണം. ഇതാണ് ബിനോയ് വിജയന്റെ ആവശ്യം. നമ്മൾ മുന്നണി വിടുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ മറ്റേ ആൾക്ക് ആ താല്പര്യം ഇല്ല, 24-ന് ആ താല്പര്യം ഇല്ല. അതുകൊണ്ട് അയാൾ കറക്റ്റാണ്, പുള്ളിയുടെ നല്ല ക്ലിയർ മെസ്സേജാണ് എന്ന് അയാൾ വിലയിരുത്തുന്നു. ഇപ്പം ഇതെല്ലാം കാണിക്കുന്നത് മാധ്യമങ്ങൾക്ക് ഉള്ള രാഷ്ട്രീയം, ഇതിനകത്തുള്ള താല്പര്യം, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അതേസമയം അൻവർ ഉയർത്തിയ ഈ ബേസിക് മലപ്പുറം പ്രശ്നമുണ്ടല്ലോ, അത് ചാനലുകൾ ഹൈലൈറ്റ് ചെയ്യുന്നുമില്ല. അതെ, ഇന്ന് ഗോവിന്ദൻ പുള്ളിയും നമ്മുടെ മനോരമ, മാമം മാപ്പിള എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ചില കൊട്ടുവൊക്കെ അതിനകത്ത് കൊണ്ടുവന്നായിരുന്നു. അപ്പം മാധ്യമങ്ങളെയും പുള്ളി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇതൊക്കെ എത്ര കാലം മുമ്പുള്ള കഥയാണ്, മാമം മാപ്പിളയുടെയൊക്കെ. അതൊക്കെ പോയി ഇപ്പോഴത്തെ ഡൈനാമിക്സിനെ പറ്റി ഒരക്ഷരം എം വി ഗോവിന്ദനും സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ പോകുന്നുമില്ല. കാരണം അവരുടെ മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ വേണ്ടേ. എല്ലാം അസന്നിഗ്ധമായിട്ട് ക്ലിയർ ഭാഷയിൽ സംസാരിച്ച് ക്ലോസ് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുകയോ ചെയ്യില്ല. കുറച്ച് ഗ്രേ ഏരിയ ആയിട്ട് കിടക്കും, സൗകര്യത്തിന് ഉപയോഗിക്കാനായിട്ട്. അതാണ് ഇപ്പോൾ സംഭവം. ഏതായാലും ഈ അൻവർ ഉദ്ദേശിച്ച കാര്യം ആസ് ഓൺ ഡേറ്റ്, ആസ് ഓഫ് നൗ അത് നടന്നിട്ടില്ല. ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ, അതിൻ്റെ നേതാവായിട്ട് അൻവർ, മുറിവേറ്റ സിംഹമായിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി. പക്ഷേ അദ്ദേഹം ടേക്കപ്പ് ചെയ്ത ഇഷ്യൂ കള്ളക്കടത്തായി പോയതുകൊണ്ട് പരസ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് രംഗത്ത് വരാനൊരു പ്രയാസം. മുസ്ലിം നേതാക്കളാണെങ്കിലും പിണറായി വിജയൻ ഇത് തിരിച്ചു വെച്ചല്ലോ, കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ആളാണ് എന്ന് ഉള്ള ധ്വനിയിൽ. അപ്പം അത് അൻവർക്കത് കൊള്ളുകയും ചെയ്തു. എന്നെ കള്ളനാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അൻവർ ബഹളം വയ്ക്കുന്നത്. ചേട്ടാ, അതുപോലെ ഈ ഫോൺ ചോർച്ച ഒരു വിശ്വാസ വഞ്ചന തന്നെയല്ലേ? ഫോണ് ചോർത്തൽ മാത്രമല്ല, റെക്കോർഡിംഗ് ഉണ്ടല്ലോ. ചോർത്തൽ നമ്മൾ തമ്മിലുള്ള സംസാരം മൂന്നാമതൊരാൾ ചോർത്തുമ്പോഴാണ് അത് ചോർത്തലാകുന്നത്. നമ്മൾ തമ്മിലുള്ള സംസാരം ഞാൻ റെക്കോർഡ് ചെയ്യുകയും ഞാൻ പുറത്തു വിടുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണ്. അതെ,
ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് ചേട്ടൻ പറഞ്ഞാണ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അത് ഈ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ രാജ്യസുരക്ഷാ പ്രശ്നം അങ്ങനെയൊക്കെയുള്ള കാര്യമാണെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ നിങ്ങൾക്കിത് കേൾപ്പിക്കാം. സാർ കേട്ടോ, ഇയാൾ യാദൃശ്യമായിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തു, അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയതാണെന്ന് പറയുക. അപ്പോൾ പോലും അത് പൊതുജനമധ്യത്തിൽ വിടരുത്. വിട്ടാൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. അത് ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല. ഇപ്പോൾ അൻവറിന് സംഭവിച്ചു. അൻവറിനോട് സഹതാപമുള്ളവർ പോലും ചില ഇയാൾ ഫോൺ റെക്കോർഡ് ചെയ്യാൻ പിടിക്കാനൊക്കെ തുടങ്ങി എന്ത് ചെയ്യും? നാളെ ഒന്ന് പറഞ്ഞ് പെശകുമ്പോൾ അയാൾ അന്ന് സംസാരിച്ച കാര്യം കൂടെ പുറത്താക്കിയാൽ വഷളല്ലേ? ഇങ്ങനെയൊക്കെ വിചാരിക്കും. ഇങ്ങനത്തെ ഒരു ഡെലിക്കേറ്റ് സിറ്റുവേഷനിൽ പോയി ചാടി. പക്ഷേ അൻവർ വിഷയം തീർന്നു എന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. അൻവർ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. പക്ഷേ എല്ലാം നനഞ്ഞ പടക്കം. അതുകൊണ്ട് ഇനിയിപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പി ശശിക്കെതിരെ കൊടുത്ത പരാതി സഖാക്കൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തു വിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുറേ മസാലയുണ്ടാകും. കാരണം അൻവർക്ക് മീഡിയ വണ്ണിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. മൊത്തം പത്രസമ്മേളനം കഴിഞ്ഞിട്ട് രാത്രി മീഡിയ വണ്ണിന് മാത്രമായിട്ട് അരമണിക്കൂർ പ്രമോദ് രാമന് ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ പ്രമോദ് രാമൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താ പി ശശിക്കുള്ള പ്രശ്നം? എന്താണ് നിങ്ങൾ ഇത്രയധികം പി ശശിയെ അറ്റാക്ക് ചെയ്യാൻ? ഈ കാട്ടുകള്ളൻ, തീവെട്ടിക്കൊള്ളക്കാരൻ എന്നൊക്കെയുള്ള ജനറൽ ടേമാണ്. പറയുമ്പോൾ അതിന് വലിയ മഹത്വം ഉണ്ടെങ്കിലും സബ്സ്റ്റൻസ് ഇല്ലല്ലോ. അപ്പോൾ അൻവർ പറഞ്ഞു, അതേ നായനാരുടെ കാലത്ത് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, കുറേ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി, പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്തു, ആ കൂടെ പ്രശ്നമായി, നടപടി നേരിട്ടു, ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. അതെന്തിനായിരുന്നു? അത് ലൈംഗികാരോപണത്തെ തുടർന്നായിരുന്നു. അതിപ്പോൾ ഒരു 10-25 വർഷം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. 25 വയസ്സ് കൂടിക്കഴിഞ്ഞാൽ എങ്കിലും മനുഷ്യന് ഈ സ്വഭാവം മാറണ്ടേ? അപ്പോൾ പ്രമോദ് രാമൻ ചോദിക്കുന്നു, മാറിയില്ലേ? മാറിയില്ല, അതെൻ്റെ പരാതിയിലുണ്ട്, ഞാനത് പുറത്തുവിടും. മസാലയായി. അപ്പോൾ മസാലയുണ്ട് നിസ്സാരം. ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാകാം, അല്ലെങ്കിൽ നാളെ രാവിലെയോ നാളെ ഉച്ച കഴിഞ്ഞോ. അൻവറിൻ്റെ സാധാരണ ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 4-4:30 മണി. അതായത് 8 മണിക്കുള്ള ചർച്ചയ്ക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ടും അതേസമയം ഇയാളുടെ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഇതിലൊരു ഒപ്പീനിയൻ ഫോം ചെയ്ത് വന്നിരുന്ന് പറയാനുള്ള സമയവുമില്ല. അതുകൂടാതെ പത്രസമ്മേളനം വല്ലാതെ നീട്ടമുള്ളതാണ്, 2-2.5 മണിക്കൂർ. ഈ 2.5 മണിക്കൂർ പത്രസമ്മേളനമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ആർക്കും നേരം ഉണ്ടാവില്ല. ഇപ്പോൾ മുഴുവൻ പത്രസമ്മേളനം കണ്ടു എന്ന് അവകാശപ്പെടാൻ ആരുമില്ല. കാരണം 2.5 മണിക്കൂർ നേരം ആരെങ്കിലും ടി വിയിൽ നോക്കിയിരിക്കുക ഇല്ല. അപ്പോൾ ഈ ഹാഫ് ബേക്ക്ഡ് ഇൻഫർമേഷനുമായിട്ടാണ് ടി വിയിലെ താരങ്ങളൊക്കെ വരുന്നത്. പറഞ്ഞു, പറഞ്ഞില്ല, കേട്ടു, കേട്ടില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ച് ബഹളമൊക്കെ നടത്തി പിരിയും. അതുകൊണ്ടാണ് അൻവർ ഈ 4 മണി 4:30 മണിയൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ടൈമിംഗ് വളരെ പ്രധാനമാണ് പൊളിറ്റിക്സ്. അൻവർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ എം.വി. ഗോവിന്ദൻ 2:30 മണിക്ക് പത്രസമ്മേളനം തുടങ്ങി 3:30 മണിക്ക് തീർത്തത്. അപ്പോൾ ഇനി 4:30 മണിക്ക് വേണമെങ്കിൽ നിനക്ക് ഗോൾ അടിക്കുന്നെങ്കിൽ അടിച്ചോ, എന്നിട്ട് ഇതെല്ലാം കൂടെ പണ്ടാറങ്ങനായിട്ട് രാത്രി ടി വിയിൽ കിടന്ന് പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ അൻവർ ആയാലും എം.വി. ഗോവിന്ദനായാലും ഒരു യൂട്യൂബ് ചാനലിനെയും എടുത്ത് മെൻഷൻ ചെയ്ത് അവരിങ്ങോട്ട് മാറി ഇയാൾ അങ്ങോട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാതെ അനാവശ്യ കോംപ്ലിക്കേഷൻ പിന്നെ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ ആരും കൃത്യമായിട്ട് തുറന്നു പറയുന്നില്ല. അൻവർ പറയുന്നുണ്ട് 2 ലക്ഷം രൂപ, 2 കോടി രൂപ, അതിൽ 1.5 കോടി കൊടുത്തു, 1/2 കോടി ഇനിയും കൊടുക്കാനുണ്ട്, അതാണ് ഇതിൻ്റെ കാര്യം. അത് വാങ്ങിയത് M.R. അജിത് കുമാറാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൽ തെളിവ് എന്തെങ്കിലുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ തെളിവൊന്നും കണ്ടില്ല. പിന്നെ അൻവർ ഉന്നയിക്കുന്ന ഒരു സാധനം 30 ലക്ഷം രൂപയ്ക്ക് വാങ്ങി 60 ലക്ഷം രൂപയ്ക്ക് ഭൂമി വിറ്റു. വിൽക്കാമല്ലോ, 30-ന് വാങ്ങി 60-ന് വിറ്റാൽ എന്താ കുഴപ്പം? ഇതിൻ്റെയൊക്കെ ടാക്സും സംഗതിയൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ ഭൂമി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് അവനവൻ്റെ ഇഷ്ടമല്ലേ? അനുമോദം, ലീഗലി അനുമോദനീയമായ ഭൂമി വാങ്ങിച്ചു, 10 ദിവസത്തിനകം വിറ്റു, 10 ദിവസം കഴിയുമ്പോൾ വിൽക്കണമെന്ന് തോന്നി വിറ്റു. അല്ല, അത് ഇത്രയും ഇരട്ടി ഇത് കിട്ടുന്നത് എന്താ? കിട്ടി, അതിൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ട്. അത്
ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസാണെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് കേസ്, DA കേസ് എന്ന് പറയും. ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് DA കേസ്. അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അൻവർ പറയുന്നുണ്ട് ഞാൻ കോടതിയിൽ പോകുമെന്ന് പറയുന്നുണ്ട്. അൻവർ കോടതിയിൽ പോയിട്ട് എനിബഡി ക്യാൻ ഗോ ടു കോർട്ട്. ആർക്കും തടസ്സം. അൻവർ ഇത്രയും കാലം കോടതിയിൽ പോകാഞ്ഞെന്താ? അതെ, അതാ എനിക്ക് മനസ്സിലാവും. തെളിവുണ്ടെന്നും പറഞ്ഞിട്ട്. തെളിവെല്ലാം ഉണ്ടെങ്കിൽ അൻവറിനും കോടതിയിൽ പോകാമല്ലോ. പോകുമെന്ന് പുള്ളി പറയുന്നുണ്ട്, പോകുമായിരിക്കും, നോക്കാം നമുക്ക്. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അൻവറിൻ്റെ പടക്കങ്ങളെല്ലാം ചീറ്റിപ്പോയിരിക്കുന്നു. ഈ നമ്മൾ ടെന്നീസിൽ പറയുമല്ലോ അഡ്വാൻറ്റേജ് പിണറായി ആയിട്ടാണ് ഇപ്പോൾ കളി നിൽക്കുന്നത്.